ഹലോ ഫ്രണ്ട്സ്, 2025 CGL എക്സാമിനേഷന് Tier 1 എക്സാമിനേഷന് ഇനി ഒരു മാസം കൂടിയാണ് ബാക്കിയുള്ളത്. പലർക്കും ഉള്ളൊരു സംശയമാണ് ഇനി ഏത് രീതിയിൽ ഞാൻ ലാസ്റ്റ് ഒരു മാസം GK നോക്കണം എന്നുള്ളത്. GKനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു യൂണിഫോം സ്ട്രാറ്റജി ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ പല 2 വർഷത്തിലധികമായിട്ട് അല്ലെങ്കിൽ 1.5 വർഷത്തിലധികമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എല്ലാ ടോപ്പിക്കും അവർ ഏതെങ്കിലും ഒരു സോഴ്സ് വെച്ചിട്ട് GK കവർ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ തുടങ്ങിയ ഒരാൾ ഒരു 6 മാസം 7 മാസമൊക്കെ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ ഒരു സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഒരു ടോപ്പിക് വൈസായിട്ട് GK ഇൻഡെപ്ത് ആയിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ആരാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പുതുതായിട്ട് പഠിക്കുന്നതിന് മുന്നേ, പുതിയ ഏരിയാസ് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ സാധനങ്ങളും ഒന്നുകൂടി പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പല ആൾക്കാരും എന്നോട് പറയാറുള്ള പ്രശ്നം, ക്വസ്റ്റ്യൻ കണ്ട് പരിചയമുണ്ട് പക്ഷേ ഓപ്ഷൻസ് വന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് ആ ക്വസ്റ്റ്യൻസ് അവർ പഠിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ GKയും വൊക്കാബും നമ്മൾ ഓർമ്മയിൽ നിർത്തുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ പോളിറ്റി, അതേപോലെ തന്നെ സ്റ്റാറ്റിക് GK, ജിയോഗ്രഫി, സയൻസ്, ഇക്കണോമിക്സ്, സ്പോർട്സ് ആൻഡ് ഹിസ്റ്ററി, ഈ ഏരിയ എല്ലാം നിങ്ങൾ ഒരു വട്ടം കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു വട്ടം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം പ്രോപ്പർലി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പല സോഴ്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പർമാർ SSC യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ലൂസൻ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നിയോണിൻ്റെ ബുക്ക്, മറ്റ് പല PSC ബുക്കുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഏത് ബുക്കുകൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾ ഏത് മെറ്റീരിയലാണോ നിങ്ങൾ യൂസ് ചെയ്തത്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കണ്ടൻറ്റ്, നിങ്ങൾ ഓൾറെഡി വായിച്ച കണ്ടൻറ്റ് ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ലാസ്റ്റ് 1 മന്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പുതുതായിട്ട് പഠിക്കുക എന്നുള്ളത് പിന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിവൈസ് സ്റ്റാർട്ട് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഏരിയ കഴിഞ്ഞിട്ട് അടുത്ത ഏരിയ നോക്കാം, അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ നിങ്ങൾ പഠിച്ച നിങ്ങൾ നോട്ട്സ് എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച മെറ്റീരിയൽ ഏതാണോ അത് നിങ്ങൾ വേണമെങ്കിൽ പോളിറ്റി കഴിഞ്ഞിട്ട് സ്റ്റാറ്റിജിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ പോളിറ്റിയിൽ കുറച്ച് ഏരിയ എടുത്തിട്ട് അടുത്തത് സ്റ്റാറ്റിജിക്കൽ അടുത്ത ഏരിയ, ജോഗ്രഫിയിൽ അടുത്ത ഏരിയ, ഇങ്ങനെ എടുത്തിട്ട് അടുത്ത് വീണ്ടും പോളിറ്റിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു ദിവസം 2 മണിക്കൂറാണ് അല്ലെങ്കിൽ 3 മണിക്കൂറാണ് നിങ്ങൾ GKക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ഒരു 2 മണിക്കൂർ 40 മിനിറ്റ്, ഫസ്റ്റ് ഡേ ആണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ 40, ഓരോ ടൈമിനനുസരിച്ച് നിങ്ങൾ കുറയും, ഒരു 2 hours 40 minutes നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്യാം. ലാസ്റ്റ് 20 minutes നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നിങ്ങൾ റിവൈസ് ചെയ്ത കാര്യം നിങ്ങൾ പഠിച്ച കാര്യം പ്രോപ്പർലി നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിവിഷൻ വളരെ എളുപ്പമായി കിട്ടും. എന്നാൽ നിങ്ങൾ പഠിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും GKൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളിത് വീണ്ടും പഠിക്കുന്ന പോലെയാവും. നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 8 ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല പ്രോപ്പർലി, അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പഠിച്ച കാര്യം എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്ത കാര്യം, ആ റിവൈസ് ചെയ്തത് അല്ലെങ്കിൽ അന്ന് നിങ്ങൾ പഠിച്ച കാര്യം വീണ്ടും റിവൈസ് ചെയ്യാൻ ലാസ്റ്റിലത്തെ ഒരു 20 minutes നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 15 minutes നിങ്ങൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഡേ നിങ്ങൾ 3 മണിക്കൂർ എടുക്കുന്നത്, ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ തൊട്ട് തലേ ദിവസം നിങ്ങൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ റിവൈസ് ചെയ്തത് അതൊന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. എന്നിട്ട് ബാക്കിയുള്ള ലാസ്റ്റ് ഒരു 15 മിനിറ്റ് ബാക്കി വെച്ച് ബാക്കിയുള്ള സമയം നിങ്ങൾ പഠിച്ച സാധനങ്ങൾ ലാസ്റ്റ് 15 മിനിറ്റ് ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ തൊട്ട് പുറകിലത്തെ 2 ദിവസം നിങ്ങൾ എന്താണോ റിവൈസ് ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത് അത് റിവൈസ് ചെയ്യണം. അതിനൊരു 15 മിനിറ്റ് എടുക്കും, മാക്സിമം അത്രയും എടുക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് അതെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫ്രഷ് പഠിക്കുക. പിന്നെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾ അന്ന് പഠിച്ചത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. 10 ദിവസം കൂടുമ്പം നിങ്ങൾ GKക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു 3 മണിക്കൂർ, ഒരു 2 ദിവസം നിങ്ങൾ GKക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു 3 മണിക്കൂർ, ആ 10 ദിവസം നിങ്ങൾ എന്താണോ റിവൈസ് ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് മറന്നു പോകും. അങ്ങനെ ഓരോ 10 ദിവസവും നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് ആ 10 ദിവസം പഠിച്ചത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3 hours നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. റിവിഷൻ ആണല്ലോ നിങ്ങൾ വരുന്നത്, റിവിഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും കഴിയും. ആ ലാസ്റ്റ് ഒരു 30 days നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25 days നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നീടുള്ള ഒരു 5 ദിവസം ആ 25 days നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. നിങ്ങൾ റിവൈസ് ചെയ്തത് അത് വളരെ എളുപ്പമായിരിക്കും. കാരണം ഓരോ ദിവസത്തതും നിങ്ങൾ തൊട്ടടുത്ത് 2 ദിവസം റിവിഷൻ വരുന്നുണ്ട്, 10 ദിവസം കൂടുമ്പോൾ റിവിഷൻ വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ 30 ദിവസത്തെ റിവിഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു 3 hours GKക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളാണോ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന പോലെ ഫീൽ ചെയ്യുകയാണ്. അതായത് പഠിച്ചതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല, പുതുതായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇനി അതല്ല, അപ്പോൾ പഴയത് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്ത് വെക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സൊല്യൂഷൻ ആയിട്ടുള്ളത്. GK അത്രയും വാസ്റ്റാണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാത്ത 25 ക്വസ്റ്റ്യൻ SSCക്ക് ചോദിക്കാൻ പറ്റും. ഇനി ഇതല്ല, നിങ്ങൾ
എല്ലാം പ്രോപ്പർലി റിവൈസ് ചെയ്ത് വന്ന ആളാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാൻ ഈ പറഞ്ഞോണം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. റിവിഷൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടാവും. ആ എക്സ്ട്രാ ടൈം നിങ്ങൾ പുതുതായിട്ടുള്ളത് പഠിക്കുക. എന്തായാലും നിങ്ങൾ പഠിച്ച സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഒരിക്കൽ പഠിച്ച സാധനം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പാടില്ല, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പാടില്ല. അതിന് പ്രോപ്പർലി റിവിഷൻ വേണം. ജി കെക്കും വൊക്കാബിനും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമ്മൾ നമുക്ക് എന്തായാലും നമ്മൾ എഴുതിയേ പറ്റും. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ജി കെനെ കൊണ്ടുവരണം. പ്ലസ് ജി കെൻ്റെ കാര്യത്തിൽ നമുക്കറിയില്ല, വേണ്ടർ ചേഞ്ചിൻ്റെ ഒരു സിറ്റുവേഷൻ അറിയില്ല. നമ്മൾ സെലക്ഷൻ പോസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടും, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളൊരു സാധനം കിട്ടും. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പഠനത്തിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് കൂടി ആഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിൽ ഒരു മേജർ കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു മാക്സിമം ഒരു 200 to 300 കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയ ഒരു സാധനം മാത്രം നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ മതി. അതുകൂടി നിങ്ങൾ ആഡ് ചെയ്യുക ഈ സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് 1 month ജി കെ കൊണ്ടുപോകണം. അല്ലാതെ കാർഡ് അടിച്ച് നിങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ജി കെ അതൊക്കെ നിങ്ങൾക്ക് മറന്നു പോകും. പുതിയ സാധനം വരുന്നതിനനുസരിച്ച് പഴയ സാധനങ്ങൾ മറന്നു പോകും. സോ പുതിയ സാധനം വളരെ സ്ലോലി വന്നു കഴിഞ്ഞാലും പഴയ സാധനം മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി ജി കെനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ടോപ്പിക് വൈസായിട്ടൊന്നും നിങ്ങളത് സബ്ജക്റ്റ് വൈസായിട്ടൊന്നും നിങ്ങൾ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ PYQ സീരീസ് ഉണ്ട്, പർമാർ സാറിൻ്റെ PYQ സീരീസ് ഉണ്ട്. PYQ സീരീസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ PYQയിൽ എല്ലാ ഏരിയയും കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പോകാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം, ഇതുവരെ ഒരു ഏരിയയും തൊടാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അധികമായിട്ടൊന്നും പോകാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരോ ടോപ്പിക് വൈസായിട്ട് ജി കെ ശരിക്കും ടോപ്പിക് വൈസായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ പോളിറ്റി പഠിച്ച് കഴിഞ്ഞിട്ട് ജോഗ്രഫി ഇങ്ങനെ തന്നെ പഠിച്ച് പോകണം നിങ്ങൾ. പക്ഷേ പോളിറ്റി തന്നെ പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസം എടുക്കും, അല്ലെങ്കിൽ പോളിറ്റിയും സ്റ്റാറ്റിക് ജി കെയോട് കവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1 മാസം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പർമാർ സാറിൻ്റെ PYQ സീരീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ നോട്ട്സ് കാണുക എന്നുള്ളത് ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 3 മണിക്കൂർ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ അതിൽ കിട്ടൂ. നേരെ മറിച്ച് ആ നോട്ട്സ് നിങ്ങൾക്ക് PDF നോട്ട്സ് നിങ്ങളെടുത്ത് അവൈലബിൾ ആണെങ്കിൽ ആ PDF നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ നോട്ട്സ് പഠിക്കുക. നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പല ഏരിയയിലേക്കും മുന്നോട്ട് പോകും. പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ ഏരിയയും കൂടിയും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷന് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് എത്തിക്കാൻ പറ്റും. അപ്പം പല ടോപ്പിക് വൈസായിട്ട് നിങ്ങൾ കവർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ജി കെക്ക് ലാസ്റ്റ് 1 month നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.